നെയ്യാറ്റിൻകര സബ് ഗ്രൂപ്പ് ദേവസ്വം ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ ഉരുപ്പടികളിൽ വൻ ക്രമക്കേട്. ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ വെള്ളി ആഭരണങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോഴാണ് വലിയ കുറവ് കണ്ടെത്തിയത്. അടിയന്തര അന്വേഷണത്തിന് തിരുവാഭരണം കമ്മീഷന് നിർദ്ദേശം നൽകി. 20ഓളം ക്ഷേത്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. MG പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MG പ്രതീഷ്, എന്താണ് സംഭവിച്ചത്? നെയ്യാറ്റിൻകരയിലെ ദേവസ്വം സബ് ഗ്രൂപ്പിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണോ ഈ സ്വർണത്തിന്റെ കുറവ് കണ്ടെത്തിയിരിക്കുന്നത്? മോഷണമാണോ സംശയിക്കുന്നത്? അരുൺകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ തന്നെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഈ സ്വർണ്ണാഭരണങ്ങളുടെ പരിശോധന ആരംഭിച്ചിരുന്നു. ഈ സ്ട്രോങ് റൂമുകളിലടക്കമുള്ള കണക്കെടുപ്പുകൾ നടക്കുന്ന ഘട്ടത്തിലാണ് നെയ്യാറ്റിൻകര ദേവസ്വം ഗ്രൂപ്പിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഈ സ്വർണ്ണാഭരണങ്ങളിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം 20ഓളം ക്ഷേത്രങ്ങളിലാണ് ഈ പരിശോധന നടന്നത്. നെയ്യാറ്റിൻകര ദേവസ്വം ഗ്രൂപ്പിന്റെ ചുമതലയുള്ളത് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർക്കാണ്. ഇദ്ദേഹം നൽകിയ ഒരു കണക്കിലാണ് വലിയ അവ്യക്തതകൾ. പല ക്ഷേത്രങ്ങളിലെയും നിലവിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ അളവിൽ കുറവുണ്ട്. പലയിടങ്ങളിലും സ്വർണം നഷ്ടപ്പെട്ടതായാണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ തിരുവാഭരണം കമ്മീഷണർ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ സ്വർണം വെള്ളി ആഭരണങ്ങളാണ് പലയിടങ്ങളിലും നഷ്ടപ്പെട്ടിട്ടുള്ളത്. ചില ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നതായി ഈ പട്ടികയിൽ പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ FIR ഉൾപ്പെടെ ഈ പരിശോധനയിൽ ഹാജരാക്കിയിട്ടില്ല. അതുൾപ്പെടെ രേഖകൾ ഹാജരാക്കാനാണ് നിലവിൽ വിശദീകരണമായി പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവാഭരണം കമ്മീഷണർക്കാണ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴാണ് ഈ തിരുവാഭരണങ്ങളും കണക്കുകളും തമ്മിൽ വലിയ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏത് തരത്തിലാണ് ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടത്, അളവിലും തൂക്കത്തിലും ഉൾപ്പെടെ എങ്ങനെ വ്യത്യാസം വന്നു എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണത്തിന് ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സബ് ഗ്രൂപ്പ് ദേവസ്വം ക്ഷേത്രങ്ങളിൽ 20ഓളം ക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെ സ്വർണത്തിന്റെ അളവിൽ കുറവ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊക്കെ ആരടിച്ചുകൊണ്ട് പോയി? ഭഗവാന് പൊന്നിന്റെ ആവശ്യമില്ല എന്ന് കരുതി പൊന്നടിച്ചുകൊണ്ട് പോയാലേ വെറുതെ ഇരിക്കൂ. അപ്പോൾ എന്തായാലും അന്വേഷണം നടക്കട്ടെ.